അതിദരിദ്രരില്ല പിന്നെന്തിനാ നിങ്ങൾക്ക് ആ സ്കീം? വളരെ അപകടമുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ കേരള പിറവി ദിനത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കേരളത്തിന് പല ആനുകൂല്യങ്ങളും ആവശ്യമില്ല എന്ന സമീപനം പല പദ്ധതികളുടെയും കാര്യത്തിൽ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റുകളൊക്കെ അത് ശരിയല്ല, കേരളത്തിൽ ഈ പറഞ്ഞ ആനുകൂല്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് വളരെയധികം പിന്നോക്കാവസ്ഥ ഉണ്ട് എന്ന് പല കാര്യങ്ങളും വെച്ച് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം പറയുന്നത് കേരളത്തിന് ഈ ആനുകൂല്യങ്ങൾ ആവശ്യമില്ല. അപ്പോഴാണ് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, നമ്മൾ വളരെ ഉഷാറാണ്, സമ്പന്നമാണ്, നമ്മളൊരു സമ്പന്ന സ്റ്റേറ്റ് ആയി കഴിഞ്ഞു എന്ന ഇല്ലാത്ത പ്രഖ്യാപനവുമായി വരുന്നത്. എന്തൊരു അപകടമാണ്! വളരെ അപകടം പിടിച്ച ഈ പ്രഖ്യാപനം പല പദ്ധതികളെയും കുഴപ്പത്തിലാക്കും, യാതൊരു സംശയവും വേണ്ട. അല്ലെങ്കിൽ തന്നെ കേന്ദ്ര ആനുകൂല്യം കിട്ടുന്നില്ല. അതിലൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട, കൊടുക്കുന്ന ആനുകൂല്യം എടുക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട്, മാച്ചിങ് ഗ്രാന്റ് കൊടുക്കാത്തതുകൊണ്ട്.